കനത്ത മഴയിൽ വീട് തകർന്നതിനെ തുടർന്ന് ദുരിതത്തിലായി 3 സ്ത്രീകൾ. കൊല്ലം രാമൻകുളങ്ങരയിലാണ് 81-കാരിയായ അമ്മയും 2 മക്കളും ആരോരും സഹായമില്ലാതെ ജീവിതം വഴിമുട്ടിയത്. സമീപത്തെ ഒറ്റമുറി ഷെഡിലെ തറയിൽ ചാക്ക് വിരിച്ചാണ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള വൃദ്ധയടക്കം കഴിയുന്നത്. ഭയങ്കര പ്രഷറായിരുന്നു, കൊടുങ്കാറ്റ്. അങ്ങനെ ഞങ്ങൾ പോയേച്ച് രാവിലെ ഇവിടെ വന്ന് ഞാൻ ഈ മൂത്തേൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പാല് മേടിച്ചോണ്ട് വാ. കിണറ്റിൻ്റെ അടുത്ത് ഞാൻ വന്ന് നിന്ന് ഞാൻ പറഞ്ഞു, മോളെ പാല് മേടിക്കണ്ട, നമ്മുടെ വീട് വീണ് കിടക്കുന്നു. ഞാൻ പാല് മേടിച്ചില്ല. അവർ പഞ്ചായത്ത് മെമ്പറിൻ്റെ വീട്ടിൽ പോയി. പിന്നെ 2 പേരും കൂടെ വെളുപ്പാൻ കാലത്ത്. രാമൻകുളങ്ങര കന്നിമേൽ ഡിവിഷനിലെ 81-കാരിയായ ജൈനമ്മയ്ക്കും മക്കൾക്കുമാണ് ഈ ദുരവസ്ഥ. വർഷങ്ങളായി ഇവർ 3 പേരും മറ്റാരുടെയും തുണയില്ലാതെ ഈ വീട്ടിൽ കഴിഞ്ഞു വന്നു. കനത്ത മഴയിലും കാറ്റിലും ഈ കിടപ്പാടം തകർന്നു. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ദുരിതം വിട്ടുമാറാതെ നരകയാതന അനുഭവിക്കുകയാണ് ഇവർ. 50 വയസ്സിലധികമുള്ള ഗ്രേസിയും വാർബറയുമാണ് മക്കൾ. നീണ്ടകര ഹാർബറിൽ ചെറിയ ജോലികൾ ചെയ്താണ് ഗ്രേസി പ്രായമായ അമ്മയെയും ആരോഗ്യ പ്രശ്നങ്ങളുള്ള സഹോദരിയെയും നോക്കുന്നത്. ആരുമില്ല, ഒരു മക്കളുമില്ല കൊണ്ട് തരാൻ. ഞങ്ങൾ കഷ്ടപ്പെട്ട് തന്നെ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നത്, 2 അനിയത്തിയും അമ്മയായിട്ട്. അമ്മയ്ക്ക് വേലയ്ക്കൊന്നും പോകാനൊന്നും വയ്യ. ഞങ്ങൾ കൊണ്ട് കൊടുക്കുന്ന ആഹാരം വെച്ച് ഞങ്ങൾ കഴിക്കുക. അങ്ങാടി കിടക്കുന്നത് ഇവിടെ ഈ വീട് ഇങ്ങനെ പൊളിഞ്ഞപ്പോൾ ആളങ്ങോട്ട് അങ്ങാക്കിയ ആളുകളെല്ലാം കൂടെ നമുക്ക് നമ്മുടെ വീട് വൃത്തിയാക്കി തരണം ഒരു ചിന്തയേ ഉള്ളൂ, അല്ലാതെ നമുക്ക് ഇനി ഒന്നും പറയാനില്ല. വീട് പൂർണ്ണമായും തകർന്നതോടെ കയറിക്കിടക്കാൻ ഇടമില്ലാതായപ്പോൾ സമീപത്ത് പ്രവർത്തനമില്ലാതെ കിടന്ന അങ്കണവാടിക്കായി നിർമ്മിച്ച ഷെഡ് താൽക്കാലിക ആശ്വാസമായി. വീടിരിക്കുന്ന സ്ഥലത്തെ പട്ടയം പണ്ടങ്ങോ കൈമോശം വന്നതാണ്. എന്ത് ചെയ്യണമെന്ന് ഇവർക്കറിയില്ലായിരുന്നു. വീട് തകർന്നതിന് പിന്നാലെ അധികൃതർ വന്നു നോക്കി പരിഹാരം കാണാം എന്ന് പറഞ്ഞു മടങ്ങി. അധികൃതർ പറഞ്ഞ വാക്കിൽ പ്രതീക്ഷയർപ്പിച്ചാണ് ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇനിയും ഇവർക്ക് ഈ ഷെഡിൽ കഴിഞ്ഞുകൂടാൻ ബുദ്ധിമുട്ടാണ്. എത്രയും വേഗം പരിഹാരം ഉണ്ടാവണം എന്നതാണ് ഇവരുടെ ആവശ്യം. വർഷങ്ങളായി വീടെന്ന് പോലും പറയാൻ കഴിയാത്ത ഈ ഇടത്തിലാണ് ഈ കുടുംബം കഴിഞ്ഞു വന്നിരുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് മഴയിൽ ഈ വീട് തകർന്നപ്പോൾ ഇവർ വഴിയാധാരമായി. പട്ടയമില്ലാത്തതിൻ്റെ പേരിൽ സർക്കാർ സഹായങ്ങൾ ഇവർക്ക് നിഷേധിക്കപ്പെടുന്നു. പക്ഷേ ഈ വാർത്ത കാണുന്ന നല്ലവരായ പ്രേക്ഷകർ ഇവരെ സഹായിക്കണം. പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.